വിഷ്ണു, നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ വളരെ വിജയകരമായി മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലഹരി സംഘത്തെയും ലഹരി കടത്തുകാരെയൊക്കെ പിടിച്ച് വളരെ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാർ പുതിയൊരു പദ്ധതി, അതിൻ്റെ 2ാം ഭാഗമായ ഓപ്പറേഷൻ തൂഫാൻ കൂടി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ജ്യോതിക, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേരെ പിടിക്കുന്നുണ്ട്. കാരണം ലഹരിയെ തുടച്ചു മാറ്റുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ വി ഡി സതീശനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് പരാതികളും ഇങ്ങനെ ഒക്കെ വരുന്നുണ്ടെങ്കിലും രമേശ് ചെന്നിത്തല അവിടെ നല്ല കിടിലും വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ലഹരിയെ തൂത്തെറിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം വളരെ വല്ലാണ്ട് കൂടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിഷ്ണു, നോക്കുകയാണെങ്കിൽ നമ്മുടെ പിണറായി സർക്കാർ ഇതേ സെയിം പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നായിരുന്നു ആ ഒരു പദ്ധതിയുടെ പേര്. പക്ഷേ അത് ഇതിനു മാത്രം വിജയകരമായിരുന്നില്ല. അതൊരു പേരിൽ ഒതുങ്ങിയോ എന്നുള്ളതും പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ തൂഫാൻ അങ്ങനെയല്ല, ജനങ്ങൾ തൂക്കി. അതെ, ആ ഒരു തൂക്കി എന്നുള്ള നമ്മളാ ഒരു പാട്ടൊക്കെ പാടുന്ന പോലെ തന്നെ തൂക്കി, ചുവന്ന കരങ്ങളോടെ, ചുവന്നല്ല ഇവിടെ ത്രിവർണ്ണ കരങ്ങളോടെ ആയിരുന്നു അല്ലേ, കുറച്ചും കൂടെ വൈബാണ്. അപ്പോൾ അവര് രമേശ് ചെന്നിത്തല, ഇപ്പം ഞാൻ തന്നെ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈയിടയ്ക്ക് രമേശ് ചെന്നിത്തല നമ്മുടെ നടൻ വിജയ്, മുഖ്യമന്ത്രി, ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്, അപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു കാര്യം, ആ സംഭവം കേട്ടപ്പോൾ, ഈ ലിയോ സിനിമയിൽ ക്ലൈമാക്സിൽ ഇങ്ങനെ കമലഹാസൻ വിജയെ വിളിക്കുന്നുണ്ട്, അതിൻ്റെ ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് സപ്പോർട്ട് പണ്ടുമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൈബാണ് എനിക്ക് അവിടെ തോന്നിയത്. കാരണം അത് അവിടെ ചെന്ന് ഇപ്പോൾ പൂർണ്ണമായ സപ്പോർട്ടും ലഹരിക്കെതിരെ പോരാടാനുള്ള പൂർണ്ണമായ സപ്പോർട്ട് അവിടെ വിജയ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം നിലനിർത്തേണ്ട ഒരു കാര്യമല്ല, അത് കേരളത്തിന് പുറത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് എത്തിക്കണം, അല്ലെങ്കിൽ വ്യാപിപ്പിക്കണം, ലഹരി വിരുദ്ധമായൊരു പോരാട്ടം നടത്തണമെന്ന് അത്രയും ലക്ഷ്യത്തോടെ ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. കൂടാതെ വിഷ്ണു, ഇത് കേന്ദ്രം വരെ ഏറ്റെടുത്തു എന്നുണ്ടായിരുന്നു. അതായത് കേന്ദ്ര സർക്കാരും ഇത് വളരെ പ്രശംസനീയമായി എടുത്ത് ഇത് കേരള മോഡൽ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ചർച്ചയും ഉണ്ടായിരുന്നു. കൂടാതെ ഇതൊരു ലഹരി സംഘത്തിന് ഏറ്റൊരു വലിയ അടികൂടിയായിരുന്നു. നന്നായി, ഉറപ്പായിട്ടും നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ പെരുമ്പാവൂരാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ. എന്നിരുന്നാലും അവിടെ ഈ കൃത്യമായിട്ട് അവിടെ രമേശ് ചെന്നിത്തല വന്നിട്ട് പ്രസംഗമൊക്കെ പറഞ്ഞാണ്, അത് ഹിന്ദിയിലാണ് പറഞ്ഞു കൊടുത്തത്, അവർക്ക് ഹിന്ദിയിൽ പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങളിവിടെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ പറഞ്ഞു വിടും എന്നുള്ള ഒരു കൃത്യമായൊരു ഉപദേശം, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായൊരു ഉപദേശം തന്നെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഈ പെരുമ്പാവൂർ ഏരിയയാണ് പ്രധാനമായിട്ട് ഇവിടെ ഈ ലഹരി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മളിപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൽ കണ്ടായിരുന്നു ഗുളിക പിടിച്ചത്, 1000 കോടിക്ക് അടുത്തുള്ള ഗുളിക കൊച്ചിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ലഹരിയാണ് ഈ വന്ന് പെടുന്ന എന്നുള്ളതാണ്. അത് വളരെ നമുക്കിത് എവിടുന്ന് വരുന്നു ഈ സാധനം, ഇത് എവിടുന്ന്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, അത് വളരെ നമ്മളൊന്ന് നോക്കിക്കാണേണ്ട വിഷയമാണ്. അത് എങ്ങനെ വരുന്നു ഈ സാധനം എന്നുള്ളത് നോക്കിക്കാണണം. അതുകൊണ്ട് തന്നെയാണ് ഇത് അതായത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലോട്ടുകൂടി ഇത് വ്യാപിപ്പിക്കുകയാണ്. അതായത് അതിർത്തി കടന്നു വരുന്ന ലഹരികൾ, അതും കൂടി ലക്ഷ്യമിടുന്നുണ്ട് ഇത്. കൂടാതെ ഈ ഒരു 2ാം ഭാഗം, തൂഫാൻ്റെ 2ാം ഭാഗം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ ലഹരി അടിമകളെ എങ്ങനെ തിരിച്ച് സാധാരണ ഒരു ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിൽ ശിക്ഷിക്കുക എന്നതിലുപരി അവർക്ക് ബാക്കിയുള്ളൊരു ജീവിതം കൂടി നൽകുക എന്നത് കൂടിയാണ് ഇത് ലക്ഷ്യമിടുന്നത്. അതെ, ഈ ലഹരിയുടെ തുടക്കം തന്നെ, ലഹരിക്കെതിരെയുള്ളൊരു തുടക്കം തന്നെ രമേശ് ചെന്നിത്തല എങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഒരു ഫുട്ബോൾ അടിച്ചാണ് തുടങ്ങിയത്. അദ്ദേഹം ഒരു സ്കൂളിൽ വെച്ച് ഫുട്ബോൾ അടിച്ചാണ് അദ്ദേഹം കാരണം അതുപോലെ അടിയാണ് കൊടുക്കുന്നത്, എല്ലാത്തിൻ്റെ കൊടുക്കുന്ന അതുപോലുള്ള അടിയാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പോലീസ് മേധാവികളെയും എല്ലാവരെയും കണ്ടിട്ട് എന്ത് നടപടി ഉണ്ടായാലും ഉറപ്പായിട്ടും അത് നടപടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നടപടി ഉണ്ടായിരിക്കണം, അതിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള ഉറപ്പോടെയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഇപ്പം തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടെ ഒരു ശിക്ഷിക്കലല്ലാതെ ഒരു കരുതൽ കൊടുക്കുകയാണ് അവർക്ക്, അല്ലേ? ഈ കരുതലാണ് അവർക്ക് കുറച്ചും കൂടെ. കാരണം ഇപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ് മനസ്സിലായപ്പോൾ
അടി കൊടുത്താൽ മനസ്സിലാകാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടെ നോക്കുകയാണ്. എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല, പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് വരികയാണ്. നമുക്കത് കാണണം എന്തായാലും. എന്നാലൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇതിൽ പെട്ടുപോയ പലരും ഉണ്ടാകും. അതായത് പാവപ്പെട്ട കുടുംബങ്ങളിൽ വരുന്നത്, ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത പാവപ്പെട്ട അമ്മമാർ അല്ലെങ്കിൽ വീട്ടുകാരുടെ കണ്ണീര്, ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലാത്തവരുണ്ടാകും. ഇത് പെട്ട് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും എന്നറിയാത്തവർ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ചിലവുകൾ വഹിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ. ഈ ഒരു പദ്ധതി കൂടി വരികയാണെങ്കിൽ അവർക്ക് ഒരു സാധാരണ ജീവിതത്തിലോട്ട് കടക്കാനും ഒരു പുതു വെളിച്ചം അവർക്ക് നൽകാനൊക്കെ ഈ ഒരു പദ്ധതിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് സാധാരണക്കാരെ എനിക്ക് തോന്നുന്നു ഈ ലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിമകളാവുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതം നശിക്കുന്ന കുറച്ചും കൂടെ സാധാരണക്കാരെയാണ്. ഇപ്പോൾ ഉയർന്ന തട്ടിലുള്ള ആളുകളെ പോലെയല്ല. ഇപ്പോൾ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലി സാഹചര്യങ്ങൾ അതിനനുസരിച്ച് ഓരോന്നും ലഹരി അവർ ചിലപ്പോൾ സാഹചര്യങ്ങൾക്ക് അടിമയായി പോകുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവർ തന്നെ ലഹരിക്ക് അടിമയായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നു. അങ്ങനെ എത്രത്തോളം ഇപ്പോൾ ആത്മഹത്യകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വീടുകളിലുള്ള പരാക്രമങ്ങൾ, വിദ്യാർത്ഥികളൊക്കെ കൂടുതലും പൈസക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പൈസക്കും മറ്റും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അയൽക്കാരെ മർദ്ദിക്കുക, അങ്ങനെ തുടങ്ങിയ ഒരുപാട്. നമ്മളൊരു 25% കേസ് എടുക്കുകയാണെങ്കിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളാണല്ല. അപ്പോൾ അത് പ്രധാനമായിട്ടും ലഹരിയാണ് പ്രശ്നം. ഈ കുടിച്ചിട്ട് വരിക അല്ലെങ്കിൽ അതാണ്. ഇപ്പോൾ നമുക്ക് ഈ ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഈ അടിച്ചു കയറ്റുന്ന സാധനം അല്ലെങ്കിൽ ഈ എന്താണ്, അപ്പോൾ അത് MDMA പോലുള്ള കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാക്കുന്നു, ആളുകളിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നു. അത് ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. ആളുകൾ സംസാരിക്കാൻ മടിയാവുന്നു, നമ്മൾ ഇല്ലാത്തത് ചിന്തിച്ച് കൂട്ടുന്നു. അങ്ങനെയാണ് ഓരോ ബന്ധങ്ങളും ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം തന്നെയാണ് ഈ ലഹരി പൂർണ്ണമായും തുരത്തുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തല ഇവിടെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് റിപ്പോർട്ട് ചെയ്യാനെടുത്ത വഴിയും വളരെ വലുതായിരുന്നു. അതായത് നമുക്ക് അനോണിമസ് ആയിട്ട് അറിയിക്കാൻ പറ്റുന്ന ഒരു രീതി, ഇതാരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അവർക്കറിയാത്ത തരത്തിലുള്ളത്. അത് വളരെ നല്ലതാണ്. കാരണം ഒരു വ്യക്തി വൈരാഗ്യം വച്ചു പുലർത്താൻ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൂടാതെ നമുക്ക് പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഭയക്കുന്നത് നമ്മൾക്കിതിൻ്റെ ഭാവിയിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതിന് വളരെ നല്ലൊരു ഐഡിയ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുടെ കോൺട്രിബ്യൂഷനും ഇതിലുണ്ടായി. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, കൃത്യമായ ഒരു ഐഡിയ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഈ കൃത്യമായൊരു നടപടി എടുക്കുന്നത്. ഇപ്പോൾ ലഹരിയെക്കുറിച്ച് എനിക്കിപ്പോൾ താങ്കളെക്കുറിച്ച് താങ്കൾ ലഹരി കഴിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ താങ്കളുടെ കയ്യിൽ ലഹരി ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയാൽ ഞാനത് അവിടെ പറയുമ്പോൾ, പോലീസിൽ ചെന്ന് പറയുമ്പോൾ, ഇപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അറിയുമല്ലോ ഞാനാണ് പറഞ്ഞത്. പക്ഷെ അത്തരമൊരു ഇവിടെ ഇത് വരുന്നില്ല, ഒരു നടപടി ഇവിടെ വരുന്നില്ല. അപ്പോൾ അത്രയും സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഈ നടപടി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൂഫാൻ 2 എന്നുള്ളത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇനിയും ഇന്ത്യയൊട്ടാകെ മുന്നേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.